കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഞങ്ങളെ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് കിർഗിസ്ഥാന് സംഭവിച്ചതെന്നുള്ളത്. പഴയ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് കിർഗിസ്ഥാനിലെ സപ്പോർട്ട് ചെയ്യാത്തതും പ്രൊമോട്ട് ചെയ്യാത്തതെന്നുള്ളത്. അതിനുത്തരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കിർഗിസ്ഥാനെതിരെ നിരന്തരമുള്ള യൂണിവേഴ്സിറ്റികൾക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിർഗിസ്ഥാന്റെ ഹെൽത്ത് മിനിസ്ട്രി കഴിഞ്ഞ വർഷം ഒരു കമ്മീഷൻ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷന്റെ ഒരു വർഷത്തെ അന്വേഷണവും അവരുടെ പഠനത്തിൻ്റെ ഒക്കെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനമായിട്ട് ഹെൽത്ത് മിനിസ്ട്രി ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്യുന്നൊരു വീഡിയോ അല്ല എന്നുള്ളതാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന യൂണിവേഴ്സിറ്റികൾ, ഈ കാണുന്ന 4 യൂണിവേഴ്സിറ്റികൾ 6 വർഷം അക്രഡിഷൻ ലഭിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇനി വരാൻ പോകുന്ന വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധൈര്യമായി അഡ്മിഷൻ എടുക്കാമെന്നുള്ളതാണ്. കാരണം അവർ പഠിച്ചിറങ്ങാൻ പോകുന്ന 6 വർഷത്തോളം ഈ യൂണിവേഴ്സിറ്റികൾക്ക് അക്രഡിഷൻ ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ 4 യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മറ്റൊന്ന് ഈ കാണുന്ന രണ്ടാമതായി കാണുന്ന ഈ 7 യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഒരു വർഷത്തെ അക്രഡിഷൻ ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് എന്നുള്ളതാണ്. കാരണം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾക്ക് അക്രഡിഷൻ പുതുക്കി ലഭിക്കുമോ അല്ല അത് അക്രഡിഷൻ റിന്യൂ ചെയ്യാൻ സാധിക്കാതെ അത് വീണ്ടും അക്രഡിഷൻ ലഭിക്കാത്ത രീതിയിലേക്ക് മാറുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. കാരണം ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഈ അക്രഡിഷൻ പുതുക്കുമ്പോൾ ഈ പറയുന്ന ഹെൽത്ത് മിനിസ്ട്രി പരാമർശിച്ചിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയയും അവരുടെ എല്ലാ നിബന്ധനകളും ഫെസിലിറ്റീസും ക്വാളിറ്റീസും ഒക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അത് നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അക്രഡിഷൻ പുതുക്കി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന 7 യൂണിവേഴ്സിറ്റികൾ 1 ഇയർ അക്രഡിഷൻ ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇതെടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ഈ കാണുന്ന യൂണിവേഴ്സിറ്റികളാണ് അക്രഡിഷൻ ലഭിക്കാത്ത യൂണിവേഴ്സിറ്റികൾ. ഈ കാണുന്ന 14 യൂണിവേഴ്സിറ്റികൾ അക്രഡിഷൻ ലഭിക്കാൻ ചാൻസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ, അതായത് അക്രഡിഷൻ ലഭിക്കാത്ത യൂണിവേഴ്സിറ്റികൾ. പൂർണ്ണമായും ഇത്തരം യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക, എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പല റീൽസോ പല പ്രൊമോഷൻസോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു അപകടമാണ് വിളിച്ചു വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന അക്രഡിഷൻ ലഭിക്കാത്ത യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. പരമാവധി നിങ്ങൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ, ഏത് രാജ്യത്താണെങ്കിലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. അതായിരിക്കും നിങ്ങളുടെ കരിയറിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ.